ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങോട്ട് മഴയൊക്കെ? ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ. ഒരു മഴ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത മഴ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി മഴ തന്നെയാണ് കേട്ടോ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണത്. കോഫി പൗഡർ വെച്ചുള്ള അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചാണ് ഈ ഫേഷ്യൽ ചെയ്യണത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അതുമാത്രമല്ല, മുഖം നല്ല നിറമിക്കാനും ഒക്കെ അടിപൊളി ഒരു ഫേഷ്യലാണ്. ഇപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ഈ ഒരു ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ കിടുവായിരിക്കും കേട്ടോ. മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. അടിപൊളി ഫേഷ്യലാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളല്ല, കുറച്ച് സാധനം മതി. ഒരു ഈസി ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഈ ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ക്ലെൻസിങ് ഉണ്ട്, ഒന്ന് സ്ക്രബ് ഉണ്ട്, പിന്നെ മസാജിങ് ഉണ്ട്, ഒരു അടിപൊളി ഒരു പാക്ക് ഉണ്ട് കേട്ടോ. ക്ലെൻസിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കാത്ത പാല്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ക്ലെൻസിങ്ങിന് അത് മാത്രം ചെയ്താലാണ് നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് തിളപ്പിക്കാത്ത പാലെടുക്കുക. എന്നിട്ട് പഞ്ഞി ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ മുഖത്തൊക്കെ ജസ്റ്റ് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ 1 മിനിറ്റൊക്കെ മുഖത്ത് അങ്ങനെ വെച്ചതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് കളയാം. അല്ലാതെ വെള്ളം കൊണ്ട് കഴുകി കളയണ്ട, തുണി ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അടിപൊളി ഒരു സ്ക്രബാണ്. സ്ക്രബിനായിട്ട് എടുത്തേക്കണത് കോഫി പൗഡർ, പഞ്ചസാര, കൂടെ കുറച്ച് പാലൊഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആകുമ്പം നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഒലിച്ചു പോവേ. അതുകൊണ്ട് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തൊരു ചെറിയ നനവുണ്ടല്ലോ, ആ നനവോട് തന്നെ ഈ ഒരു സ്ക്രബ് അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കവിളിലും പിന്നെ മൂക്കിൻ്റെ ഈ സൈഡിലും ഇവിടെയൊക്കെ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ ചെയ്താൽ മതി, ഇങ്ങനെ സ്പീഡ് ചെയ്യണ്ട. പതുക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടെ ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. കാരണം ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്ലോ ആയിട്ടിരിക്കുക. അപ്പം സ്ക്രബും കൂടെ ചെയ്യുമ്പം ഒന്നും കൂടെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറി മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അതൊക്കെ സ്ക്രബൊക്കെ ചെയ്തിട്ട് 1 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ തുടച്ച് മാറ്റിയാലും മതി കേട്ടോ. തുടച്ച് മാറ്റിയതിന് ശേഷം ഇനി ചെയ്യാൻ പോണത് നല്ല ഒരു മസാജിങ് ആണ്. മസാജിങ്ങിന് എടുത്തേക്കണത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് നമുക്ക് കുറച്ച് എടുക്കണം. പിന്നെ വേണ്ടത് തൈര്, നല്ല കട്ട തൈര് കേട്ടോ. ഇത് 2 മാത്രം മതിയേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീം പോലെ ആവും കേട്ടോ. എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മുടെ കവിളും നെറ്റിയും നമ്മുടെ കഴുത്തൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുഖം നല്ല, ഞാൻ പറയാം, സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. മസാജും കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. എൻ്റെ കവിളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, നല്ല വെളുത്ത് നല്ല അടിപൊളിയാവട്ടെ. കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മസാജിങ്ങിൽ കൂടെ തന്നെ എല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യുക. പിന്നെ കവിള് നല്ലോണം ആവശ്യമുള്ളവർ കവിള് തന്നെ ഇത്തിരി ഇതേപോലെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മസാജും കൂടെ കഴിഞ്ഞു. പിന്നെ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അതും ഒരു 2-3 മിനിറ്റൊക്കെ മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് നാച്ചുറൽ പാക്കല്ലേ. നാച്ചുറൽ പാക്കൊക്കെ പെട്ടെന്നൊക്കെ ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഒരു മസാജിങ്ങും സ്ക്രബൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കഴുകിക്കളയാതെ ഇത്തിരി നേരം മുഖത്ത് വെച്ചതിന് ശേഷം, ഇത്തിരി നേരം എന്ന് വെച്ചാൽ 1 മിനിറ്റെങ്കിലും മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്കിന് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. പിന്നെ വേണ്ടത് കുറച്ച് കടലമാവ് വേണം കേട്ടോ. കുറച്ച് കടലമാവും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും, പിന്നെ വേണ്ടത് പാലും, പിന്നെ വേണ്ടതാണ് ഗ്ലിസറിൻ. കുറച്ച് ഗ്ലിസറിൻ കൂടെ ഒന്ന് ഒഴിക്കണം കേട്ടോ. ഒരുപാടല്ല, കുറച്ച് ഗ്ലിസറിൻ കൂടെ ഒഴിക്കണം. ഗ്ലിസറിൻ കൂടെ നമ്മൾ ഇതിൽ ഈ പാക്കിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ നല്ലൊരു
നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും, നല്ലൊരു ഈർപ്പായിട്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ കടലമാവും ഈ കോഫി പൗഡറൊക്കെ ഇച്ചിരി ഡ്രൈ ആവണതാണ് നമ്മുടെ ഫേസ്. അപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഗ്ലിസറിൻ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവത്തേ ഇല്ല, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ല സാധനമാണ് ഗ്ലിസറിന്. അപ്പോൾ ഗ്ലിസറിൻ കുറച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഒരു സ്പൂണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നല്ല വൃത്തി കഴുകി നോക്കും കേട്ടോ. നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് തിളങ്ങും. ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളെ ആയിരിക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, സൂപ്പറാണ്. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാത്തത്. എന്തായാലും നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, സൂപ്പറാണ്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം കുറച്ചെടുത്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം മാത്രം തേച്ചാൽ പോരാ, അല്ലാതെ ഇപ്പോൾ നമ്മൾ പാക്കൊക്കെ തേച്ച് കഴിയുമ്പോഴും ഏത് ഫേസ് പാക്കും നമ്മൾ ഫേസ് ചെയ്യുമ്പോഴല്ല ഏത് ഫേസ് പാക്ക് തേച്ച് കഴിയുമ്പോഴും നമ്മുടെ മുഖത്ത് ഇച്ചിരി ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് മുഖത്ത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളിയൊരു ഫേഷ്യൽ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചുള്ള ഫേഷ്യൽ ചെയ്യുമ്പോഴാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുകയും ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റിംഗ് ഒക്കെ കിട്ടുമല്ലേ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയില്ലേ അതായാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേഷ്യൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.